പണ്ട് സച്ചിൻ്റെ MRF ബാറ്റ് പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണ് സഹാറയുടെ ജേഴ്സി. എന്നാൽ ഈ ബ്രാൻഡിങ്ങിന് പിന്നിൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ കണ്ണീരുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? സുബ്രത റോയ് തുടങ്ങിയ കമ്പനിയാണ് സഹാറ ഇന്ത്യ ലിമിറ്റഡ്. ദിവസം വെറും ₹1 മുതൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയും. ഒരു ബാങ്കും തരാത്ത ഗ്യാരണ്ടീഡ് റിട്ടേൺസ് ആയിരുന്നു അവരുടെ അന്നത്തെ വാഗ്ദാനം. ലക്ഷക്കണക്കിന് ആളുകൾ അന്ന് ഈ സ്കീമിൽ നിക്ഷേപിക്കുകയുണ്ടായി. സഹാറയുടെ വളർച്ച അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരുന്നു. എന്നാൽ നിക്ഷേപകരുടെ കൃത്യമായ കണക്കുകളോ രേഖകളോ സഹാറ അന്ന് സൂക്ഷിച്ചിരുന്നില്ല. ഇങ്ങനെ സമാഹരിച്ച കോടിക്കണക്കിന് രൂപ എയർലൈനുകൾ, ക്രിക്കറ്റ് ടീമുകൾ, വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ എന്നിങ്ങനെയുള്ള ആഡംബരങ്ങളിലേക്കാണ് അന്ന് പോയിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് കഥയിലൊരു ട്വിസ്റ്റ്. 2011 13 കോടിയോളം നിക്ഷേപകർ ഉണ്ടായിരുന്ന സഹാറ കൂടുതൽ പണം കണ്ടെത്തുന്നതിനായി IPOയ്ക്ക് വരുന്നു. അപ്പോഴാണ് സെബി അവരുടെ കണക്കുകളിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതും 24,000 കോടി രൂപയുടെ ഭീമൻ സ്കാം പുറത്തു കൊണ്ടുവരുന്നതും. നിയമ നടപടികൾക്കൊടുവിൽ 2014 നിക്ഷേപകർക്ക് പണം തിരികെ നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. പക്ഷേ കൃത്യമായ രേഖകളില്ലാത്തതിനാൽ ഭൂരിഭാഗം പേർക്കും ഇന്നും ആ പണമൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് സഹാറ ഒരു നൊസ്റ്റാൾജി ആയിരുന്നെങ്കിൽ അതിലെ നിക്ഷേപകർക്ക് ഇന്നും തീരാത്ത കണ്ണീരാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യുക.